നമുക്കായി രക്ഷകനെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ നമ്മുടെ വിശുദ്ധീകരണം ആവശ്യമാണ്. മനുഷ്യൻ്റെ വിശുദ്ധിയാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപികളാണെന്നും പാപത്തോടുകൂടെ മരിക്കുകയാണ് എങ്കിൽ ആരും പരമപരിശുദ്ധനായ ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയില്ല എന്ന അറിവുള്ള പിതാവായ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തൻ്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ബലിയായി തീർന്നു. ഈ കാൽവരി മരണം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. ഇപ്രകാരം പാപമോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കണം. അപ്പോഴാണ് നമ്മൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു എന്ന് സഭയിൽ ഏറ്റുപറയുകയും പിതാവായ ദൈവത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അന്ന് മുതൽ മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുകയാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നില്ലേ, പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ഞാൻ ഏറ്റുപറയുന്നു. ഇപ്രകാരം മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ചെയ്യുന്ന പാപങ്ങൾ കുംഭസാരം എന്ന കൂദാശയിലൂടെയാണ് നമുക്ക് ക്ഷമിക്കപ്പെടുന്നത്. തിരുസഭയുടെ കൽപ്പനകളിൽ ഒന്നാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നുള്ളത്. സഹോദര സഹോദരി, ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ട് കിട്ടിയ വലിയൊരു രഹസ്യമാണ്. നീ ക്രൈസ്തവനാണ് എങ്കിലും മരിക്കുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ, മരിക്കുന്ന ദിവസത്തിൻ്റെ ബാക്കിലോട്ട് പുറകിലോട്ട് നോക്കി ഒരു വർഷത്തിനുള്ളിൽ നീ കുമ്പസാരിക്കാത്ത വ്യക്തിയാണ് എങ്കിൽ നീ പാപത്തോടു കൂടിയാണ് മരിക്കുന്നത്. കാരണം തിരുസഭയുടെ കൽപ്പനയാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളിൽ യൂദാസ്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പശ്ചാത്തപിച്ചതിന് ശേഷം അദ്ദേഹം പോയത് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കലാണ്. യഹൂദ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു പോയി. അപ്പോൾ യഹൂദ പുരോഹിതന്മാർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ എന്ത് വേണം, അത് നിന്റെ കാര്യമാണ്. സഹോദരൻ, ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹൂദ പുരോഹിതന്മാർക്ക് പാപമോചന അധികാരം ഇല്ല. യേശു പാപമോചന അധികാരം യഹൂദർക്ക് കൊടുത്തിട്ടില്ല, യഹൂദ പുരോഹിതന്മാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ പാപം മോചിപ്പിക്കാൻ അധികാരമില്ലാത്ത യഹൂദ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യൂദാസ് കുമ്പസാരിക്കുകയാണ്. യൂദാസ് പശ്ചാത്തപിച്ചു എന്നാ പറയുന്നേ. പശ്ചാത്തപിച്ചു, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു പോയി എന്നാണ് യൂദാസ് യഹൂദ പുരോഹിതന്മാരുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ യഹൂദ പുരോഹിതന്മാർ മറുപടി പറഞ്ഞത്, അത് ഞങ്ങൾ എന്ത് വേണം, അത് നിന്റെ കാര്യമാണ്. അവർക്ക് പാപം മോചിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, പത്രോസ്ലീഹായും തുടർന്ന് വന്ന അപ്പോസ്തലന്മാരും അതിൻ്റെ പിൻഗാമികളും ആ പിൻഗാമികളുടെ അധികാര കീഴിൽ വരുന്ന ബിഷപ്പുമാരും വൈദികരിലൂടെയും മാത്രമേ നമുക്ക് കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ കുരിശിൽ തറയ്ക്കുന്ന, ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്ന ദൈവനിഷേധികൾ പല പുരോഹിതന്മാർ ലോകത്തിലുണ്ട്. വ്യത്യസ്തമായ പാപമോചനത്തിനായുള്ള ചില പാഷാണ്ഡതകളൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കാർക്കും പാപം മോചിപ്പിക്കാനുള്ള അധികാരമില്ല. അതാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യൂദാസ് പശ്ചാത്തപിച്ചു, യഹൂദ പുരോഹിതന്മാരുടെ അടുക്കലേക്കാണ് പോകുന്നത്. ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, പാപമോചനത്തിന് അധികാരമുള്ള വ്യക്തികളുടെ അടുക്കൽ നിന്ന് നമുക്ക് പാപമോചനം സ്വീകരിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും അങ്ങനെ മരണാനന്തരം സ്വർഗത്തിൽ എത്തുകയും ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.